അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം മേഖലയെ അക്ഷരാർത്ഥത്തിൽ ചൂടുപിടിപ്പിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഡസൻ കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതോടെ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഫ്ഗാൻ ഭരണകൂടം. ഞായറാഴ്ച പുലർച്ചെയാണ് അഫ്ഗാനിസ്ഥാനിലെ നങ്കർഹാർ, പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടത്. ഭീകര കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്ലാമാബാദ് അവകാശപ്പെടുമ്പോഴും കൊല്ലപ്പെട്ടത് നിരപരാധികളാണെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അയൽപ്പക്ക മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണിത്. സ്വന്തം രാജ്യത്തെ രഹസ്യാന്വേഷണ പരാജയങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ സൈന്യം അതിർത്തി കടന്നുള്ള ഇത്തരം സാഹസത്തിന് മുതിരുന്നതെന്ന് കാബൂൾ തുറന്നടിച്ചു. ഇതിന് മാപ്പില്ലെന്നും ശരിയായ സമയത്ത് കണക്ക് തീർക്കുമെന്നുമാണ് അഫ്ഗാനിസ്ഥാന്റെ നിലപാട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിലുണ്ടായ ചാവേർ സ്ഫോടനങ്ങളാണ് ഇതിന് കാരണം. റംസാൻ മാസത്തിൽ പള്ളികൾക്ക് നേരെയും സൈനിക വാഹനങ്ങൾക്ക് നേരെയും നടന്ന ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് അഫ്ഗാൻ മണ്ണിലിരുന്നാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. TTP അഥവാ പാകിസ്ഥാൻ താലിബാന്റെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ നീക്കമെന്നാണ് ഇസ്ലാമാബാദിന്റെ വാദം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. TTP എന്ന് പറയുന്നത് പാകിസ്ഥാനുള്ളിൽ തന്നെ ഒരു തീവ്രവാദ സംഘടനയാണ്. 2600 കിലോമീറ്ററോളം നീളുന്ന അതിർത്തിയിൽ മാസങ്ങളായി കടുത്ത അസ്വസ്ഥതയാണ് നിലനിൽക്കുന്നത്. സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ നടക്കുകയും പാക് സൈനികരെ അഫ്ഗാൻ വിട്ടയക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു പുതിയ തിരിച്ചടി ഉണ്ടാകുന്നത്. സംഘർഷം മുറുകുന്നതോടെ അതിർത്തികൾ അടയ്ക്കുന്നതും വ്യാപാരം തടസ്സപ്പെടുന്നതും ഇരു രാജ്യങ്ങളിലെയും സാധാരണ ജനങ്ങളെ ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ്. മേഖലയിൽ ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അതിർത്തിയിലെ ഈ സംഘർഷം ദക്ഷിണേഷ്യൻ മേഖലയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളം.